ഹായ്, ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ എന്താ പറയുക, സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഏകദേശം ഒരു 140 കിലോമീറ്ററോളം റൈഡ് ചെയ്താണ് വന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വ്യൂസൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ നിർത്തി കണ്ടു വന്നപ്പോഴത്തേക്കും സൺസെറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല, സോറി. അപ്പോൾ നമ്മൾ അടുത്തൊരു ബീച്ചിലെത്തി. ഇത് പെൻസുല സിൻസിസ് എന്നുള്ളൊരു ബീച്ചാണ്. ഇന്നത്തെ കാലാവസ്ഥ ഒട്ടും കൊള്ളില്ല സത്യം പറഞ്ഞാൽ. നമുക്കൊന്നും നേരെ നന്നായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്തായാലും ഈ ബീച്ച് നമ്മളെ ഷെഡ്യൂളിൽ ഈ ബീച്ച് ഉള്ളത് കൊണ്ട് കണ്ടിട്ട് പോകാം. അതായത് പോണ വഴി തന്നെ ആണല്ലോ, കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇനി ഒരു 2.5 കിലോമീറ്റർ കൂടി നടന്നാലേ നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും. വണ്ടി അങ്ങറ്റം വരെ പോകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ പോവില്ല. കാര്യം റോഡ് മോശമായതുകൊണ്ട് 2.5 കിലോമീറ്റർ ഇപ്പുറത്ത് വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് നടന്നു പോകണം. എന്തായാലും സൺസെറ്റ് ആയതുകൊണ്ട് ഞങ്ങളിനി ബീച്ചിലോട്ട് ഇറങ്ങുന്നില്ല. ഒരു ടോപ്പ് വ്യൂവിലിരുന്നുകൊണ്ട് ആ വ്യൂ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. ടോപ്പ് വ്യൂവിലോട്ടൊക്കെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ജസ്റ്റ് ഒരു 600-700 മീറ്ററേ ഉള്ളൂ. ചെറിയ തണുപ്പ് പോയി കേട്ടോ, വിറച്ചു തുടങ്ങി. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഇതും ഒരു ബീച്ചാണ്. ഈ ബീച്ചിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അതായത് ബ്ലൂ വാട്ടർ തന്നെയാണ് ഇവിടെയും. പിന്നെ എന്താ പറയുക, വേറൊരു ഓരോ ബീച്ചിനും ഓരോരോ വ്യൂസാണ് സ്പെഷ്യലി ഉള്ളത്. സോ സൺസെറ്റ് ആയതുകൊണ്ട് ഇനി എന്തായാലും ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ ഇനി ഇവിടുത്തെ വ്യൂസ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് കാറെടുത്താണെങ്കിൽ ഇത് ആ ഒരു പോയിൻ്റ് കാണില്ലേ, അവിടം വരെ കാറിൽ പോയിട്ട് അവിടെ ഇരുന്നൊരു വ്യൂ കാണാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ബീച്ച് എന്താ പറയുക, ഒരു ഗ്രീനിഷ് ബ്ലൂ കളറിലാണ് ബീച്ച് കാണുന്നത്. ഇവിടുത്തെ ബീച്ച് അതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷേ ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു കളർ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒട്ടും. അതുപോലെ നല്ല കാറ്റും ഇന്ന് തിരക്ക് നല്ല ശക്തിയുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുക, ഒരിടവും പോയിട്ട് നമുക്കിന്നൊന്നും നടന്നില്ല. കാലാവസ്ഥ അത്രയ്ക്ക് മോശമാണ്. എന്തായാലും ഞാൻ ബീച്ചിലോട്ട് ഇറങ്ങി. അപ്പം ഇവിടുത്തെ വ്യൂ നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ കണ്ണാടിയൊക്കെ വെള്ളത്തിൽ പോയി, ഞാൻ പോയി എടുത്തോണ്ടൊക്കെ വന്നതാ. എന്തായാലും കാല് നനഞ്ഞില്ല. നല്ല തിരയാണ് കേട്ടോ. കാല് നനയ്ക്കാൻ വേണ്ടി എന്നെ ഒന്ന് ഓട്ടിച്ച്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പോവുകയാണ്. കാര്യം ടൈമും ഒരുപാട് ലേറ്റായി. അതുമല്ല ഇന്നലെ ഒരു പണി കിട്ടിയത് നമുക്ക് അക്കോമഡേഷനിൽ. ഞാൻ രാവിലെ നിങ്ങളടുത്ത് ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമുക്ക് നല്ലൊരു പണി കിട്ടിയതാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരത്തെ പോയി അക്കോമഡേഷൻ നോക്കണം. കാര്യം നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് അക്കോമഡേഷൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയാണ് അക്കോമഡേഷൻ ഒന്ന് നോക്കാൻ. കാര്യം നമ്മൾ പ്ലാൻസിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുമെന്ന് നമുക്ക് നേരത്തെ ഓപ്ഷനിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചേഞ്ചസ് വരുത്തുകയും ചെയ്തു നമ്മൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്കോമഡേഷൻസ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരത്തെ പോകണം, പോയി അക്കോമഡേഷൻ നോക്കണം. അപ്പം ഇന്നത്തോടെ ഡേ 4 നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഡേ 4 പ്ലാൻസും എല്ലാം നല്ല ഷെഡ്യൂൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പോയി. അതുകൊണ്ട് ഇന്നത്തോടെ ഡേ 4 കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ അക്കോമഡേഷൻ ഇനി അന്വേഷിക്കണമെന്നല്ല, ഓൾറെഡി നോക്കണം. നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലവും നോക്കിയിട്ട്
ആ സിറ്റിയിൽ എത്രത്തോളം ചീപ്പായിട്ട് അക്കോമഡേഷൻ കിട്ടുമോ അതെടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.